എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ അമൃതം പൊടിയാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള പൊടി തന്നെയാണ്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നത് ഒരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മുടെ അത് കട്ടയൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനതവിടെ കട്ടയൊക്കെ കംപ്ലീറ്റ് അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം മാത്രമാണ് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കട്ടിയാവുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ല ഒരുപാട് കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളത് അടിച്ചെടുക്കാനാണ് പോകുന്നത്, അതുകൊണ്ടാണ്. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിക്കും. നമ്മൾ റാഗിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ തന്നെയാണ് നമ്മൾ അമൃതം പൊടിയിൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ചൂട് തട്ടുമ്പോഴേക്ക് തന്നെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അത്. രാവിലെ നേരെ നമ്മൾ ഉറങ്ങി എണിച്ചത് ഇങ്ങനെ ഓരോ ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചു എന്ന് പറഞ്ഞാൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ. കുട്ടികൾക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാട്ടെ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിയെന്ന് വെച്ച് പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ അമൃതം പൊടി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കുറുക്കിയെടുക്കുക മാത്രമേ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഞാൻ അവിടെ ഒരു 10 മിനിറ്റ് നേരമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അമൃതം പൊടി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, നല്ലവണ്ണം കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം വലുത്. അതിലോട്ട് നമ്മുടെ ഈ അമൃതം പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് നമ്മൾ കൂടുതലൊക്കെ പൊടിയെടുത്ത് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ആവശ്യത്തിന് എത്രയാണ് പറഞ്ഞാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു അരമുറി പഴവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ചേർത്ത് കൊടുക്കാം. റോബസ്റ്റ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നേ കേട്ടോ. ഇവിടെ ഞാൻ നേന്ത്രപ്പഴമാണ് ഒരു അരമുറി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു പഴമൊക്കെ കംപ്ലീറ്റ് ചേർത്തെന്ന് വെച്ചാൽ നമുക്ക് പഴത്തിൻ്റെ ഫ്ലേവർ മാത്രമായിരിക്കും കേട്ടോ കൂടുതലായിട്ട് വരിക. അപ്പോൾ ഞാൻ അരമുറി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് 2 ആൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിലോട്ട് ഞാൻ മധുരത്തിന് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഡേറ്റ്സ് ആണ് കേട്ടോ. ഞാനിത് കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് പകരമായിട്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് പാലാണ്. അത് നിങ്ങൾക്ക് തണുത്ത പാൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലിൽ അത് ഞാൻ കാച്ചി വെച്ചതായിരുന്നു കേട്ടോ. അത് തണുപ്പിച്ചതാണ്. എന്നിട്ട് അതാണ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ കുറച്ചാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് അരയാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നന്നായിട്ട് ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര വേണം പാലെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസിൻ്റെ അളവ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിതവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമ്മുടെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മക്കളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അവർക്കൊക്കെ ഇത് ഓരോ ഗ്ലാസ് രാവിലെ എണിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു 15 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് കവളൊന്ന് തൊടുക്കാനും അതേപോലെ തന്നെ കുറച്ച് ഭംഗിയൊക്കെ വെക്കണം എന്ന് വെച്ചെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓരോ ഗ്ലാസ് കുടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെയൊക്കെ വ്യത്യാസം അറിയാൻ പറ്റും. ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ വ്യത്യാസമൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്കിലും അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.